ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അന്വേഷണ സംഘം അല്പസമയത്തിനകം തെളിവെടുപ്പ് നടത്തും. പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്ത തിരുവല്ലയിലെ ഹോട്ടലിലും പാലക്കാടും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. 3 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘത്തിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഫൈസൽ, ഇന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കം? എപ്പോഴാണ് തെളിവെടുപ്പ് ആരംഭിക്കുന്നത്? അനീഷ, ഏതായാലും പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും രാഹുലിന്റെ തെളിവെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും രാഹുലിനെ തെളിവെടുപ്പിന് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്ലബ് 7 ഹോട്ടലിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും എയർ ക്യാമ്പിൽ നിന്നും വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂറാണ് എയർ ക്യാമ്പിൽ നിന്നും ഈ ക്ലബ് 7 ഹോട്ടലിലേക്കുള്ള, ഈ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മായുള്ള തെളിവെടുപ്പ് ഇവിടെ നടക്കുകയും ചെയ്യും. അതിനുശേഷം അടൂരിലെ വീട്ടിലും തെളിവെടുപ്പ് നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും ഈ ബലാത്സംഗ കേസിൽ പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏതാനും വളരെ നേരത്തെ തന്നെ, അതായത് അതിരാവിലെ തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ശ്രമം ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധം സബ് ജയിലിന്റെ മുന്നിലും, മാവേലിക്കര സബ് ജയിലിന്റെ മുന്നിലും അതുപോലെ കോടതിയിൽ ഹാജരാക്കിയ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ചീമുട്ടെറിയുന്നതും അതുപോലെ രാഹുലിനെ അടിക്കാനുള്ളൊരു ശ്രമം വരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെയും യുവമോർച്ച പ്രവർത്തകരുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായി. കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് രാഹുലിന് ഒരു കോഴി ട്രോഫി നൽകാനുള്ള ശ്രമം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ആ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെ നേരത്തെ തന്നെ, അതായത് 6:06 തന്നെ ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ളൊരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, തെളിവെടുപ്പ് നടക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ ക്ലബ് 7 ഹോട്ടലിൽ വെച്ചിട്ടാണ് പിടിപ്പിച്ചത് എന്നാണ് യുവതി മൊഴി നൽകിയത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ ക്ലബ് 7 ഹോട്ടലിലേക്ക് അല്പസമയത്തിനകം തന്നെ, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ രാഹുലുമായി തെളിവെടുപ്പ് നടത്തും. അനീഷ. ഫൈസൽ, 3 ദിവസത്തേക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തലിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അത് അനുസരിച്ച് തന്നെയാണോ SIT സംഘം നീങ്ങുന്നത്? തീർച്ചയായും ആ 3 ദിവസത്തിനൊക്കെ പരമാവധി രാഹുലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവ് ഹാജരാക്കുക എന്നത് തന്നെയാണ് SITയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം അത്രയും പോലീസ് പാലക്കാട് വെച്ചാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ജി പൂങ്കോഴിയുടെ നേതൃത്വത്തിൽ, AIG ആണ്, ജി പൂങ്കോഴിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തിച്ചു. അതിനുശേഷം അവിടെ ചോദ്യം ചെയ്ത് ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലുണ്ടായി. ആ ചോദ്യം ചെയ്യലിലാണ് യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇന്നലെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഉടൻ തന്നെ മാവേലിക്കര സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അതിനുശേഷം വീണ്ടും ഇന്നലെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചു. ആ കസ്റ്റഡി അപേക്ഷയിൽ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT നൽകിയത്. അതിൽ 3 ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി കസ്റ്റഡി അപേക്ഷ അവസാനിക്കുകയും ചെയ്യും. മറ്റന്നാൾ രാവിലെ തന്നെ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നൊരു നീക്കത്തിലൂടെ തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. അതിന് ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിരാവിലെ തന്നെ SIT പരമാവധി തെളിവുകൾ ശേഖരിക്കുക, അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുലുമായി തെളിവെടുപ്പ് നടക്കുന്നത്. അടൂരിലെ വീട്ടിലും തെളിവെടുപ്പ് നടക്കും എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ രാഹുലുമായി തെളിവെടുപ്പ് ഇവിടെ ഈ ക്ലബ് 7 ഹോട്ടലിൽ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അനീഷ്.